തമിഴ് സിനിമ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ജയിലര് 2. രജനികാന്തിനെ നായകനാക്കി നെൽസണ് സംവിധാനം ചെയ്ത് 2023 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ജയിലര്. പരാജയ ചിത്രങ്ങൾക്ക് പിന്നാലെ രജനികാന്തും നെൽസണും ഒന്നിച്ചപ്പോൾ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ പഴങ്കഥയാവുകയായിരുന്നു. 600 കോടിയോളമാണ് ചിത്രം സ്വന്തമാക്കിയത്. ഇപ്പോഴിതാ ചിത്രത്തിലെ മലയാളി സാന്നിധ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച. ആദ്യ ഭാഗത്തില് 10 മിനിറ്റ് മാത്രം പ്രത്യക്ഷപ്പെട്ട് കൈയിടികള് വാരിക്കൂട്ടിയ മോഹൻലാല് രണ്ടാം ഭാഗത്തിലും ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിക്കഴിഞ്ഞു. മോഹൻലാല് നായകനാകുന്ന ഹൃദയപൂർവ്വം സിനിമയുടെ ലൊക്കേഷനില് നെൽസണ് എത്തിയത് വലിയ വാർത്തയായിരുന്നു. വീരധീര സൂരന് എന്ന വിക്രം ചിത്രത്തില് പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന പെർഫോമൻസ് കാഴ്ചവെച്ച സുരാജ് വെഞ്ഞാറമൂടും മുത്തുവേല് പാണ്ഡ്യന്റെ രണ്ടാം വരവില് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ചിത്രത്തില് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായാണ് സുരാജ് പ്രത്യക്ഷപ്പെടുന്നതെന്നാണ് റിപ്പോർട്ടുകള്. സുരാജിന്റെ ഗെറ്റപ്പും സോഷ്യല് മീഡിയയില് വൈറലാണ്. പോരുതൊഴില് എന്ന ചിത്രത്തിലൂടെ മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ച സുനില് സുഗതയാണ് ജയിലര് 2-വിലെ മറ്റൊരു മലയാളി സാന്നിധ്യം. മലയാളത്തില് കോമഡി വേഷങ്ങള് മാത്രം ചെയ്തിരുന്നു സുനില് സുഗത വില്ലനായി ഞെട്ടിച്ച ചിത്രമായിരുന്നു പോരുതൊഴില്. രണ്ടാമത്തെ തമിഴ് ചിത്രത്തിലും സുനില് സുഗതക്ക് മികച്ച കഥാപാത്രം തന്നെയാകുമെന്നാണ് കരുതുന്നത്. തമിഴില് ഇതിനോടകം നിറസാന്നിധ്യമായ സുജിത് ശങ്കറും ജയിലര് 2-വിലുണ്ട്. അജിത് നായകനായ നേർക്കൊണ്ട പാർവയിലൂടെയാണ് സുജിത് തമിഴ് സിനിമയുടെ ഭാഗമായത്. സൂര്യ നായകനായ റെട്രോയിലും സുജിത് മികച്ചൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. അങ്കമാലി ഡയറീസിലൂടെ സിനിമാലോകത്തേക്ക് കടന്നുവന്ന വിനീത് തട്ടില്, അന്ന രാജന് എന്നിവര് ജയിലര് 2-വിലൂടെ തമിഴില് അരങ്ങേറുന്നു. കോമഡി നടനായി കരിയര് ആരംഭിച്ച് ഇപ്പോൾ ക്യാരക്ടര് റോളുകളിലൂടെ പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്ന കോട്ടയം നസീറും ജയിലര് 2-വിലുണ്ട്. തമിഴ് താരങ്ങളെക്കാള് മലയാളത്തിലെ നടന്മാര് കൂടുതലുള്ളതുകൊണ്ട് ജയിലര് 2-വിനെ മലയാള സിനിമയായി പ്രഖ്യാപിച്ചുകൂടെ എന്ന് സോഷ്യല് മീഡിയയില് ചിലര് ചോദിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനുകളിലൊന്ന് കേരളമാണ്. നിലവില് ജയിലര് 2 കോഴിക്കോട് ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.